നമസ്കാരം. പ്രപഞ്ചശക്തിക്ക് നന്ദി. ആകർഷണ നിയമം ഉപയോഗിച്ച് എങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് സമ്പത്ത് കൊണ്ടുവരാമെന്ന് നോക്കാം. അതിനായി നമ്മളെ സഹായിക്കുന്ന വളരെ പവർഫുള്ളായ 8 പ്രപഞ്ച നിയമങ്ങളാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ റെഡിയാണോ? നിങ്ങൾ ഓരോരുത്തരുടെയും ലൈക്കാണ് എൻ്റെ പ്രചോദനം. നമുക്ക് തുടങ്ങിയാലോ? നിങ്ങളുടെ ജീവിതത്തിലേക്ക് പണമൊഴുകിയെത്താൻ നിങ്ങൾ ശരിക്കും ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾ അതിന് തയ്യാറാണോ? എങ്കിൽ ഇത് നിങ്ങൾക്കുള്ളതാണ്. ഈ തത്വങ്ങൾ മനസ്സിലാക്കിയാൽ നമ്മുടെ ഫിനാൻഷ്യൽ റിയാലിറ്റി തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അതെങ്ങനെയെന്ന് നോക്കാം. നമ്മുടെ യാത്രയിലെ ആദ്യത്തെ പടി അല്ലെങ്കിൽ ഒന്നാമത്തെ തത്വം നമ്മുടെ മൈൻഡ് സെറ്റാണ്. പണത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട്. കാരണം സത്യം പറഞ്ഞാൽ നമ്മുടെ സാമ്പത്തികമായ അവസ്ഥ എന്താണെന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള വിശ്വാസങ്ങളാണ്. അതായത് പണമെന്ന് പറയുന്നത് എപ്പോഴും വികസിക്കുന്ന ഒരു എനർജിയാണ്. നമ്മൾ അതിനെ എങ്ങനെയാണോ കാണുന്നത് അതുപോലെയായിരിക്കും അത് നമ്മളോട് പെരുമാറുക. ഇപ്പോൾ നോക്കൂ, പണം ഒരു ടെൻഷനാണെന്ന് നിങ്ങൾ വിചാരിച്ചാൽ അത് കൂടുതൽ ടെൻഷൻ കൊണ്ടുവരും. ബില്ലടക്കാനുള്ള വെപ്രാളം, കടം, അങ്ങനെ. മറിച്ച് പണം സന്തോഷിക്കാനുള്ള ഒരു ടൂളാണെന്ന് കണ്ടാലോ, അപ്പോൾ അത് കൂടുതൽ സന്തോഷവും അവസരങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും. അതുകൊണ്ട് ഒരു കാര്യം ഓർക്കുക, നിങ്ങളുടെ ഫിനാൻഷ്യൽ മൈൻഡ് സെറ്റ് തിരഞ്ഞെടുക്കാനുള്ള പവർ നിങ്ങളുടെ കയ്യിലാണ്. എനിക്കൊന്നുമില്ല എന്ന ചിന്തയിൽ നിന്ന് എനിക്കെല്ലാം സാധിക്കുമെന്ന സമൃദ്ധിയുടെ ചിന്തയിലേക്ക് മാറാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് ആ ഒരു തീരുമാനമെടുക്കുക എന്നതാണ്. മൈൻഡ് സെറ്റ് നമ്മൾ ശരിയാക്കി. എൻ്റെ മനസ്സിലെ ഇപ്പോഴത്തെ ചിന്ത നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണോ ഇത് കാണുന്നത് എന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, അപ്പോൾ ഇനി രണ്ടാമത്തെ തത്വത്തിലേക്ക് പോകാം. ഇതാണ് ഏറ്റവും പ്രധാനം. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ, അതായത് സബ് കോൺഷ്യസ് മൈൻഡിൽ പണത്തെക്കുറിച്ച് ചില നെഗറ്റീവ് വിശ്വാസങ്ങൾ ഉണ്ടാകും. നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് പണം വരുന്നത് തടയുന്നത് ഈ വിശ്വാസങ്ങളാണ്. അപ്പോൾ അവയെ എങ്ങനെ കണ്ടുപിടിച്ചു മാറ്റാമെന്ന് നോക്കാം. നമ്മളെല്ലാവരും പണം വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണല്ലേ. പക്ഷേ ചിലപ്പോൾ നമ്മുടെ കുട്ടിക്കാലത്തെ അനുഭവങ്ങൾ കാരണം ഉപബോധ മനസ്സിൽ ചില ബ്ലോക്കുകൾ ഉണ്ടാകും. ഒരു ഉദാഹരണം പറയാം. ചെറുപ്പത്തിൽ അച്ഛനും അമ്മയും പണത്തിൻ്റെ പേരിൽ വിഷമിക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ അറിയാതെ ഒരു ചിന്ത വരും, ഓ, പണമെന്ന് പറയുന്നത് ഒരു വേദനയാണ്, ഒരു പ്രശ്നമാണെന്ന്. ഈ ഒരു വിശ്വാസം മതി നമ്മൾ വലുതാവുമ്പോൾ നമ്മുടെ വിജയത്തെ തടയാൻ. അപ്പോൾ ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു നോക്കൂ. പണത്തെക്കുറിച്ച് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ചിന്തകൾ എന്തൊക്കെയാണ്? വികാരങ്ങൾ എന്തൊക്കെയാണ്? ഈ ഒളിഞ്ഞിരിക്കുന്ന വിശ്വാസങ്ങൾ എന്താണെന്ന് കണ്ടുപിടിക്കുന്നത് വളരെ പ്രധാനമാണ്. കാരണം അതിനെ തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്കതിനെ മാറ്റാൻ കഴിയൂ. നമ്മുടെ ഉള്ളിലെ ബ്ലോക്കുകൾ പിടിച്ചാൽ മാത്രം പോരാ. അതുകാരണം നമ്മൾ പെരുമാറുന്ന ചില രീതികളുണ്ട്, അതും മാറ്റണം. അതാണ് നമ്മുടെ മൂന്നാമത്തെ തത്വം. ഈ ഒരു വിക്ടിം മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ ഇരമനോഭാവത്തിൽ നിന്ന് പുറത്തു വരിക. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, എനിക്ക് മാത്രം എന്താ ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന്? ഇതൊക്കെയാണ് ആ ഒരു ഇരമനോഭാവത്തിൻ്റെ ലക്ഷണങ്ങൾ. എപ്പോഴും സാഹചര്യങ്ങളെ കുറ്റം പറയുക, അല്ലെങ്കിൽ നമ്മുടെ പരാജയത്തിന് മറ്റുള്ളവരെ പഴിചാരുക, ആരെങ്കിലും വന്ന് നമ്മളെ രക്ഷിക്കാൻ വേണ്ടി കാത്തിരിക്കുക. ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? പേടിക്കണ്ട, ഇത് തിരിച്ചറിയുന്നതാണ് മാറ്റത്തിലേക്കുള്ള ആദ്യത്തെ സ്റ്റെപ്പ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ, നമ്മുടെ സാമ്പത്തികാവസ്ഥയുടെ 100% ഉത്തരവാദിത്വം നമ്മൾ തന്നെ ഏറ്റെടുക്കുക. മറ്റുള്ളവരെ കുറ്റം പറയുന്നത് നിർത്തി നമ്മുടെ പവർ തിരികെ പിടിക്കുക. കാരണം നിങ്ങളൊരു ഇരയല്ല, നിങ്ങളുടെ ജീവിതം ഉണ്ടാക്കിയെടുക്കുന്ന ക്രിയേറ്ററാണ്. ആ ഒരു പവർ നമ്മൾ തിരിച്ചെടുത്തു. ഇനി നമ്മുടെ എനർജി ലെവൽ മാറ്റാൻ സഹായിക്കുന്ന കുറച്ച് പവർഫുൾ ടെക്നിക്കുകളിലേക്ക് കടക്കാം. ഇതിൽ നാലാമത്തെ തത്വം എന്ന് പറയുന്നത് നന്ദി പറയുന്നതിൻ്റെ, ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ശക്തിയാണ്. നമ്മുടെ ശ്രദ്ധയില്ലേ, അതൊരു മാഗ്നിഫൈങ് ഗ്ലാസ് പോലെയാണ്. നമ്മൾ എന്തിലാണോ ഫോക്കസ് ചെയ്യുന്നത്
അത് നമ്മുടെ ജീവിതത്തിൽ വലുതായിക്കൊണ്ടിരിക്കും. എനിക്കൊന്നുമില്ല എന്ന് ചിന്തിച്ചു കൊണ്ടിരുന്നാൽ ആ ഇല്ലായ്മ കൂടും. പക്ഷേ നമ്മുടെ കയ്യിലുള്ള ചെറിയ കാര്യത്തിനെ പോലെ നന്ദി പറയാൻ തുടങ്ങിയാൽ കൂടുതൽ സമൃദ്ധി നമ്മളിലേക്ക് ഒഴുകിയെത്തും. അതാണ് ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ഒരു മാജിക്. അപ്പോൾ ഇതെങ്ങനെ പ്രാക്ടീസ് ചെയ്യാം? എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ നന്ദിയുള്ള കുറച്ച് കാര്യങ്ങൾ മനസ്സിൽ പറയുക, അല്ലെങ്കിൽ ഒരു ബുക്കിൽ എഴുതി വയ്ക്കുക. നിങ്ങൾ ഇട്ടിരിക്കുന്ന വസ്ത്രത്തിനാണെങ്കിൽ പോലും അതിനും നന്ദി പറയുക. ഇനി 5ാമത്തെ തത്വം, നമ്മൾ പോസിറ്റീവായ വിജയിച്ച ആളുകളുടെ കൂടെ സമയം ചിലവഴിക്കുക. കാരണം നമ്മുടെ കൂടെയുള്ളവരുടെ എനർജി നമ്മളെയും ബാധിക്കും. അതുകൊണ്ടെപ്പോഴും നിങ്ങളെ പ്രചോദിപ്പിക്കുന്ന സമൃദ്ധിയെക്കുറിച്ച് സംസാരിക്കുന്ന ആളുകളെ കൂടെ കൂട്ടുക. ഇനി നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ നേരിട്ട് റീപ്രോഗ്രാം ചെയ്യാനുള്ള സമയമാണ്. അതാണ് നമ്മുടെ 6ാമത്തെ തത്വം. ഇത് വളരെ പവർഫുള്ളായ ഒരു ടെക്നിക്കാണ്. നമ്മുടെ ഭാവനയും വികാരങ്ങളും സ്റ്റോറി ടെല്ലിങ്ങുമെല്ലാം ഒരുമിച്ച് ചേർന്ന ഒന്ന്. ഇത് ചെയ്യേണ്ടത് എങ്ങനെയാണ്? നിങ്ങളുടെ കഥ ഇപ്പോഴാണ് നടക്കുന്നത് എന്ന രീതിയിൽ എഴുതുക. ഉദാഹരണത്തിന്, ഞാൻ എൻ്റെ പുതിയ കാർ ഓടിക്കുന്നു. പിന്നെ അതിൽ നല്ല ഡീറ്റെയിൽസ് കൊടുക്കണം. ആ കാറിൻ്റെ പുതിയ മണം, സീറ്റിൽ തൊടുമ്പോഴുള്ള ഫീൽ, എൻജിൻ്റെ ശബ്ദം എല്ലാം. അതോടൊപ്പം സന്തോഷം, എക്സൈറ്റ്മെൻറ്റ്, നന്ദി, ഈ ഫീലിങ്സ് എല്ലാം ആ എഴുത്തിൽ കൊണ്ടുവരണം. എന്നിട്ട് എല്ലാ ദിവസവും ഇത് ഉറക്കെ വായിക്കണം. ആ നിമിഷം ശരിക്കും ജീവിക്കുന്നത് പോലെ ഫീൽ ചെയ്യണം. ഇത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ആഴത്തിൽ പതിയും. 7ാമത്തെ തത്വം എന്താണെന്ന് ബുദ്ധൻ്റെ ഈ വാക്കുകൾ വളരെ കൃത്യമായി പറയുന്നുണ്ട്. സിമ്പിളായി പറഞ്ഞാൽ, നമ്മുടെ ചിന്തകളും വികാരങ്ങളുമൊക്കെ ഒരു കാന്തം പോലെയാണ്. നമ്മൾ പോസിറ്റീവായി ചിന്തിക്കുകയും ഫീൽ ചെയ്യുകയും ചെയ്യുമ്പോൾ നമുക്ക് ചുറ്റും ഒരു ഹൈ വൈബ്രേഷൻ എനർജി ഫീൽഡ് ഉണ്ടാകും. അപ്പോൾ അതേപോലത്തെ പോസിറ്റീവായ സമ്പത്തും അവസരങ്ങളും നമ്മളിലേക്ക് ആകർഷിക്കപ്പെടും. ചുരുക്കി പറഞ്ഞാൽ, നിങ്ങൾ എന്ത് എനർജിയാണോ പ്രപഞ്ചത്തിലേക്ക് കൊടുക്കുന്നത് അത് തന്നെ നിങ്ങൾക്ക് തിരികെ കിട്ടും. നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കാറുണ്ടോ? അങ്ങനെ ചിന്തിക്കണമെന്ന് വിചാരിക്കുമ്പോഴും നെഗറ്റീവുകൾ നിങ്ങളുടെ മനസ്സിലേക്ക് കയറി വരാറുണ്ടോ? നിങ്ങൾ അനുഭവിക്കുന്ന ഇപ്പോഴത്തെ പ്രശ്നം അതെന്താണെന്ന് കമൻറ്റ് ചെയ്യൂ. അടുത്തത് 8ാമത്തെ പ്രിൻസിപ്പിൾ. ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത് എന്ന് പറയുന്നത് അതാണ് സമൃദ്ധിയിൽ ജീവിക്കുക എന്നത്. എന്താണ് യഥാർത്ഥ സാമ്പത്തിക സ്വാതന്ത്ര്യം? അത് കോടിക്കണക്കിന് രൂപ കയ്യിലുള്ള അവസ്ഥയല്ല, മറിച്ച് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ മറ്റൊരാളെ ആശ്രയിക്കേണ്ടി വരാത്ത ഒരു അവസ്ഥയാണ്. നമ്മുടെ കാര്യങ്ങൾ നോക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ കിട്ടുന്ന ഒരു ധൈര്യമില്ലേ, ആ ഒരു പവർ, അതാണ് യഥാർത്ഥ ഫിനാൻഷ്യൽ ഫ്രീഡം. ആ ഒരു സ്വാതന്ത്ര്യം നമ്മൾ അനുഭവിക്കുമ്പോഴാണ് നമ്മൾ ശരിക്കും സമൃദ്ധിയിൽ ജീവിക്കുന്നത്. ഇന്ന് തന്നെ നിങ്ങളുടെ പുതിയ പണത്തിന്റെ കഥ, നിങ്ങളുടെ പുതിയ ഫിനാൻഷ്യൽ സ്റ്റോറി എഴുതി തുടങ്ങാൻ നിങ്ങൾ റെഡിയാണോ? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ജീവിതത്തിൽ പ്രയോഗിച്ചു നോക്കൂ. മാറ്റങ്ങൾ നിങ്ങൾക്ക് തന്നെ അനുഭവിച്ചറിയാൻ കഴിയും. ഒരു കാര്യം മാത്രം ഓർക്കുക, നിങ്ങളുടെ ചിന്തകൾ മാറുമ്പോൾ നിങ്ങളുടെ ജീവിതം മാറും. എപ്പോഴും പോസിറ്റീവായി ചിന്തിക്കുക. അപ്പോൾ വിജയം നിങ്ങളെ തേടി വരും. പ്രപഞ്ച ശക്തിക്ക് നന്ദി.